നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശി ഗോപന്റെ വീടിന് സമീപം ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു പോസ്റ്ററാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. കഴിഞ്ഞ 9-ാം തീയതിയാണ് ഗോപൻ മരിച്ചത്. ഈ കുടുംബത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സമാധിയായതെന്ന് അവർ പറയുന്നു. ഇതിന് തൊട്ട് സമീപത്താണ് ഗോപന്റെ വീടും ഒപ്പം കുടുംബക്ഷേത്രവും ഇപ്പോൾ ഉള്ള കല്ലറയും എല്ലാം തന്നെ ഉള്ളത്. ഇവിടെ നിന്ന് നടന്ന് അങ്ങോട്ടേക്ക് പോകാവുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ വലിയ പ്രതിഷേധമായിരുന്നു ഈ കാണുന്ന സ്ഥലത്തെല്ലാം തന്നെ. രണ്ട് ചേരി തിരിഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ഗോപന്റെ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ മക്കളും ബന്ധുക്കളും അതോടൊപ്പം ചില ഹിന്ദു സംഘടനകളും മറ്റുമൊക്കെ ആയിരുന്നു ഇവിടെ ഒരു ഭാഗത്തുണ്ടായിരുന്നത്. എന്നാൽ മറുവശത്ത് ഈ ഗോപന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുന്ന നാട്ടുകാരും. അങ്ങനെ ഒരു വലിയ പ്രതിഷേധം ഈ കാണുന്ന സ്ഥലത്ത് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ പറയുന്നതനുസരിച്ച് ഗോപൻ ഈ കാണുന്ന സ്ഥലത്ത് വന്ന് സമാധിയായി എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നാൽ നാട്ടുകാർക്ക് പലതരത്തിലുള്ള ദുരൂഹത ഈ പറയുന്ന സംഭവത്തിലുണ്ട്. കാരണം മരണം നാട്ടുകാരെയും അതോടൊപ്പം തന്നെ അയൽക്കാരെയും ഒന്നും അറിയിച്ചില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉയർത്തുന്ന ഏറ്റവും വലിയ പരാതി. അതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് അവർ ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു പരാതിയുമായി പോയതും ജില്ലാ ഭരണകൂടം ഈ കാണുന്ന കല്ലറ പൊളിച്ചുകൊണ്ട് മൃതദേഹം ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കണം എന്നൊരു ഉത്തരവുമായി ഇവിടെ വരുന്നത്. പോലീസ് ഉണ്ടായിരുന്നു, ജില്ലാ ഭരണകൂടത്തിൻ്റെ ആളുകളുണ്ടായിരുന്നു, ഒപ്പം സബ് കളക്ടറും RDOയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ വലിയൊരു പ്രതിഷേധത്തെ തുടർന്ന് അവർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അദ്ദേഹം അവിടെ ഉണ്ടോയെന്നറിയുക ആദ്യം ഒന്ന്. പിന്നെ അദ്ദേഹം എങ്ങനെ മരണപ്പെട്ടു അതേപോലെ. അല്ലാതെ ഞങ്ങൾ ആചാരങ്ങൾക്കോ മറ്റു പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഞങ്ങൾ ഇവിടെ തടസ്സക്കാരല്ല. അയാളുടെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് പോലെ ഹിന്ദുവോ മുസ്ലിമോ ഒന്നുമല്ല. ഞങ്ങളെല്ലാം ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ പെട്ടെന്ന് ദിവസം ഒരു രാവിലെ കഴിച്ചപ്പോൾ ഒരാൾ മരണപ്പെട്ടു എന്നൊരു പോസ്റ്റർ കാണുന്നു. അങ്ങനെ എവിടെയെങ്കിലും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഒരാൾ പോലും അറിയാതെ ഒരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ്. അവിടെ ശിവനെ വെച്ച് പൂജിക്കുന്ന ഒരു ക്ഷേത്രമുള്ള സ്ഥലമാണ്. അതിന്റെ പൂജ ചെയ്യുന്നവരാണ്. ആ പൂജ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അവന്റെ നോട്ടീസ് ഇഷ്യൂ ചെയ്യണ്ടേ പോലീസ്? നോട്ടീസ് ഇഷ്യൂ ചെയ്ത് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണ്ടേ? ഇപ്പോൾ നോട്ടീസ് ഇഷ്യൂ ചെയ്ത സ്റ്റേറ്റ്മെന്റ് കൊടുക്കാതെ വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് മറ്റു മതവിശ്വാസങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ നടക്കും. വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് വീട്ടുകാരെ ബലം പ്രയോഗിച്ച് പോലീസ് വീടിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. തുടർന്ന് ഒരു സമവായ ശ്രമം എന്ന രീതിയിൽ സബ് കളക്ടറും അതോടൊപ്പം തന്നെ RDOയും DYSPയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് കുടുംബാംഗങ്ങളെ വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ഒരു സമവായ ചർച്ച നടത്തി. പ്രത്യേകിച്ചും ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് കുടുംബാംഗങ്ങളെ ധരിപ്പിക്കാനായിരുന്നു പോലീസും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും എല്ലാം ശ്രമിച്ചത്. കുടുംബത്തിൻ്റെ നമ്മുടെ ആവശ്യം ഇവർക്ക് സമയം കൊടുക്കണമെന്നാണല്ലോ. ഇത് എടുക്കുന്നതിന് സമയം കൊടുക്കണം. അവർക്ക് നിയമപരമായിട്ട് കത്ത് കൊടുക്കണം. ഒരു ഹൈക്കോടതി പോകും, കോടതിയിൽ പോയിട്ട് എന്താണോ കോടതി തീരുമാനിക്കണം അതുപോലെ നടക്കട്ടെ. സമാധിയായിട്ട് കണ്ട് നേരിടാൻ. ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കാര്യങ്ങളാണ് കുടുംബാംഗങ്ങൾ സമവായ ചർച്ചയിലും ഉന്നയിച്ചത്. എന്നാൽ നാളെ വീണ്ടും നോട്ടീസ് നൽകി കല്ലറ പൊളിക്കാനുള്ള ശ്രമം നടത്തും എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉറപ്പിച്ച് പറയുന്നത്. കുടുംബത്തിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവരെ ഒരു ലീഗൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം അത് നമ്മളൊരു വേറൊരു രീതിയിലെടുത്ത ഡിസിഷനാണെന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ നമ്മളതല്ല, അതിൻ്റെ ഒരു ലീഗൽ ആംഗിൾ ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത്. അപ്പം അതിൻ്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും. വിശ്വാസങ്ങളും ആചാരങ്ങളും പറയുന്ന ഗോപന്റെ കുടുംബാംഗങ്ങളും ഹിന്ദു സംഘടനകളും ഒരു വശത്ത്, മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അതിന്റെ സത്യം പുറത്തു വരണമെന്നും പറയുന്ന നാട്ടുകാർ മറുവശത്ത്. വലിയൊരു നിയമക്കുരുക്കിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം ചെന്നെത്തി നിൽക്കുന്നത്. രതീഷ് വെൺപകലിനൊപ്പം AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.